സംഭാവത്തെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഹ്ലു ബൈത്തിനെ, സയ്യിദന്മാരെ, തങ്ങന്മാരെ, ഇഷ്ടം വെച്ച ആളുകളും മഹാന്മാരായ എൻ്റെ പേരക്കിടങ്ങളായ തങ്ങന്മാരും കൗസറിൻ്റെ അടുത്തേക്ക് ഈ രണ്ട് വിരൽ പോലെ ചേർന്നായിരിക്കും വരിക എന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി. ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ. ഒന്നും നിങ്ങളിൽ നിന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല എന്ന് ലോകത്തോട് പ്രഖ്യാപിക്കണമെന്ന് ഖുർആൻ അല്ലാഹുവിൻ്റെ റസൂലിനോട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സുന്നികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അഹ്ലു ബൈത്ത് എന്നുള്ളത് നമുക്ക് ദിശാബോധം നൽകുന്ന നക്ഷത്രങ്ങളാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദ്യത്തെ യോഗത്തെക്കുറിച്ചുള്ള ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ 1926 ആ യോഗത്തിൽ അതിദീർഘമായ പ്രാർത്ഥന നടത്തുന്നത് പരിശുദ്ധ റസൂലിന്റെ പേരക്കുട്ടി ബഹുമാനപ്പെട്ട മുല്ലക്കോയ തങ്ങളാണ്. അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. ആ സദസ്സിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് മുല്ലക്കോയ തങ്ങളുടെ സഹോദരി പുത്രനായ ഹാഷിം ചെറുകുഞ്ഞിക്കോയ തങ്ങളാണ്. ആ സദസ്സിൽ അന്ന് ആളുകളൊക്കെ ആവേശത്തോടുകൂടെ എല്ലാത്തിനും പരിഹാരമായി നോക്കിയിരുന്ന ജനസ്വാധീനമുള്ള പണ്ഡിതൻ ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി ഉസ്താദാണ്. അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. ആയിരക്കണക്കിന് ശിഷ്യന്മാരുണ്ട്, ജനബന്ധമുണ്ട്, ബഹുഭാഷാ പാണ്ഡിത്യമുണ്ട്. വഴിപഴച്ച വിശ്വാസികൾക്കെതിരെ, വഴിപഴച്ച ആളുകൾക്കെതിരെ അതിശക്തമായ നിലപാടെടുത്ത് ഉമ്മത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിത്തന്ന് പ്രവർത്തിച്ച പാരമ്പര്യമുണ്ട്. എല്ലാവരും പറഞ്ഞു ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദ് പ്രസിഡന്റ് ആവണമെന്ന്. ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദ് പറഞ്ഞു അത് സാധ്യമല്ല. മുല്ലക്കോയത്തങ്ങളിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് ബഹുമാനപ്പെട്ട പരിശുദ്ധ റസൂലിന്റെ പേരക്കുട്ടിയാണ് ഈ സംഘത്തെ നയിക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദ് ആദ്യമേ നമുക്ക് പഠിപ്പിച്ചു തന്നു. അദ്ദിബു ഔലാദക്കും അലാ സലാസി ഖിസാൽ. അടിസ്ഥാനപരമായ 3 തത്വങ്ങൾ നമ്മൾ നമ്മുടെ മക്കളുടെ തലമുറകളുടെ ഹൃദയ ഭിത്തികളിൽ കൊത്തിവെക്കണം. ഒന്ന്, പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള മഹബ്ബത്താണ്. 2, പരിശുദ്ധ റസൂലിന്റെ കുടുംബത്തോടുള്ള മഹബ്ബത്താണ്. പരിശുദ്ധ ഖുർആന്റെ പാരായണം, അതിന്റെ പഠനം. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ തലമുറകൾക്ക് കൈമാറണം എന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് സമസ്ത നമുക്ക് പഠിപ്പിച്ചു തന്നു. ആ ഒരു വഴിയാണ് നമ്മുടെ ഉള്ളിലുള്ളത്. കേരളത്തിലെ പള്ളി ദർസുകളാണെങ്കിലും അറബി കോളേജുകളാണെങ്കിലും അവിടുത്തെ സമാജമാണെങ്കിലും എന്താണെങ്കിലും അവിടെ ഒരു അഹ്ലു ബൈത്ത് ഉണ്ടെങ്കിൽ അതിന്റെ ഉന്നതമായ സ്ഥാനത്ത് കൊണ്ടുപോയിട്ട് ഈ പണ്ഡിതർ പ്രതിഷ്ഠിക്കുന്നത് പരിശുദ്ധ റസൂലിന്റെ പേരക്കുട്ടികളെയാണ്. പൂക്കോയത്തങ്ങൾ വഫാത്താകുമ്പോ തങ്ങളെപ്പോലെയൊന്നും ഇനി കഴിയില്ല എന്ന് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് ആളുകൾ അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷെ ആ അഭിപ്രായത്തെ തോൽപ്പിച്ചുകൊണ്ട് ഈ ഉമ്മത്ത് 992 ഡിസംബറിൽ അനുഭവിച്ച ഒരു വിഷമത്തിൽ വൈകാരികമായി പ്രതികരിച്ച് ഈ ഉമ്മത്തിന് 100 കൊല്ലം പുറകിലേക്ക് നടത്താൻ ഇവിടെ ആളുകൾ മെനക്കെട്ടപ്പോൾ ഈ ഉമ്മത്തിന്റെ ഭാവി ആലോചിച്ചുകൊണ്ട് ദീർഘദൃഷ്ടിയോടുകൂടെ ഈ ഉമ്മത്തിനെ നിർത്തേണ്ട ഭാഗത്ത് നിർത്തി ഏറ്റവും വലിയ നേതൃത്വ പാഠവും കാണിച്ചു ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വഫാത്തായപ്പോൾ വീണ്ടും നമ്മൾ ആ പഴയ പാട്ട് കേട്ടു. വലിയ തങ്ങളൊരു സംഭവമായിരുന്നു, അതുപോലൊന്നും ഹൈദരലി തങ്ങൾക്ക് കഴിയില്ല എന്ന്. ഹൈദരലി തങ്ങൾ അതിന് മറുപടി പറയാൻ പോയില്ല. കർമ്മം കൊണ്ട് ആ ആരോപണത്തിന് മറുപടി കൊടുത്ത് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടി അല്ലാഹുവിന്റെ ഹദറത്തിലേക്ക് യാത്ര പോയി. ഇനിയും അതിന്റെ ആവർത്തനം നടക്കുന്നു. അഹ്ലു ബൈത്തിലൂടെ ബഹുമാനപ്പെട്ട പൂക്കോയത്തങ്ങൾ കേരളത്തിന് സമ്മാനിച്ച 5 നക്ഷത്രങ്ങളിൽ 3 അസ്തമിച്ചു പോയിട്ടുണ്ടെങ്കിൽ 4മതൊരാള് നിവർന്നു നിൽക്കുന്നുണ്ട്. അല്ലാഹു കരുത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ ആളുകൾ ബഹുമാനപ്പെട്ട ഹൈദരലി തങ്ങൾ വഫാത്തായ സന്ദർഭത്തിൽ അവിടെ കൂടിക്കൂടിയ ആളുകൾ സാധുക്കളായി മനുഷ്യന്മാരുടെയും മനുഷ്യ പ്രവാഹത്തിന്റെ അടിത്തറ എന്താണ് അതിന്റെ അടിസ്ഥാനം എന്ന് നമ്മൾ പരതുമ്പോൾ നാം ചെന്നെത്തുക ഹുബ്ബുർ റസൂൽ എന്ന് പറയുന്ന പരിശുദ്ധ റസൂലുള്ള മഹബ്ബത്താണ് അതിന്റെ അടിസ്ഥാനം. തങ്ങളെ കുറിച്ച് പല ചർച്ചകളും നടക്കുന്ന അവിടുത്തെ കാരുണ്യം, അവിടുത്തെ നേതൃപാഠവും മത സൗഹാർദ്ദത്തിന് വേണ്ടി മാനുഷികമായ നന്മക്ക്
നിലക്ക് നിലകൊണ്ട ഒരു മഹാത്യാഗിയുടെ ധാരാളം ചിത്രങ്ങളിലൂടെ ചർച്ച ചെയ്യപ്പെടുന്നു. പക്ഷെ ഇതിനൊക്കെ അപ്പുറമുള്ള ഒരു അടിത്തറ ഹുബ്ബുർ റസൂൽ എന്നതിലാണ് അതിന്റെ മാനദണ്ഡം